നമസ്കാരം. കടുത്ത വാണിജ്യ താരിഫുകൾ അടിച്ചേൽപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ സൃഷ്ടിച്ച തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അടിയന്തര പ്രഖ്യാപനത്തിനൊരുങ്ങുന്നു. ബ്രിട്ടീഷ് വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾക്കാണ് സ്റ്റാർമർ തയ്യാറെടുക്കുന്നത്. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന UK ഉൽപ്പന്നങ്ങൾക്ക് 10% ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത്. വിദേശ കാറുകളുടെ ഇറക്കുമതിക്ക് 25% ലെവിയും ട്രംപ് ചുമത്തി. ആഗോളവൽക്കരണത്തിന് അന്ത്യമായി എന്ന് കെയർ സ്റ്റാർമർ തന്റെ പ്രസംഗത്തിൽ സമ്മതിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആഗോളമാന്ദ്യത്തിന്റെ പിടിയിലേക്ക് ലോകം വഴുതി വീഴുമോ എന്ന ആശങ്കയ്ക്കിടെ ബ്രിട്ടീഷ് വ്യവസായത്തെ രക്ഷിച്ചെടുക്കാനാണ് ശ്രമിക്കുക. ലേബർ പാർട്ടിയുടെ വ്യവസായ നയസമീപനത്തിന്റെ ചില ഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളുടെ മേലുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുകയും ചെയ്യും. ബ്രിട്ടനെ അപേക്ഷിച്ച് യൂറോപ്യൻ യൂണിയന് US ചുമത്തിയ തീരുവ കൂടുതലാണ്. 27 അംഗ യൂണിയന്റെ അമേരിക്കയിലേക്കുള്ള അലൂമിനിയത്തിനും ഉരുക്കിനും കാറുകൾക്കും 25% ഇറക്കുമതി തീരുവയും 20% പകരച്ചുങ്കവുമാണ് US ചുമത്തിയത്. യൂറോപ്യൻ യൂണിയനേക്കാൾ കുറഞ്ഞ താരിഫ് ബ്രിട്ടന് ചുമത്തിയതോടെ ബ്രെക്സിറ്റിന്റെ നേട്ടമാണെന്ന് ഒരു മുതിർന്ന ലേബർ മന്ത്രി സമ്മതിച്ചു. ബ്രെക്സിറ്റിന്റെ ഫലമായാണ് UKയെ US വ്യത്യസ്തമായി കൈകാര്യം ചെയ്തതെന്ന് ട്രഷറി മന്ത്രി ഡാരൻ ജോൺസ് പറഞ്ഞു. ട്രംപിന്റെ നടപടികളോട് വളരെ സമചിത്തതയോടെ പ്രതികരിക്കുമെന്നും വ്യാപാര യുദ്ധം ആർക്കും താല്പര്യമില്ലെന്നും ഡാരൻ ജോൺസ് പറഞ്ഞു. എന്നാൽ കെയർ സ്റ്റാർമർ ബ്രിട്ടന് മേൽ ചുമത്തിയ കുറഞ്ഞ താരിഫിൽ സന്തുഷ്ടനാണെന്ന ട്രംപിന്റെ വാദം ഡാരൻ ജോൺസ് തള്ളി. താരിഫുകളെ താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും സന്തുഷ്ടരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ആഗോളവൽക്കരണം പരാജയപ്പെട്ടുവെന്നാണ് കെയർ സ്റ്റാർമർ കണക്കാക്കുന്നത്. ആഗോളവൽക്കരണം അവസാനിച്ചുവെന്നാണ് മറ്റൊരു അഭിമുഖത്തിൽ ഡാരൻ ജോൺസ് പറഞ്ഞത്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രങ്ങൾക്കിടയിലെ സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താമെന്ന ആശയവുമായി ആഗോളവൽക്കരണം പ്രചരിക്കാൻ ആരംഭിച്ചത്. അതേസമയം ട്രംപിന്റെ പ്രധാന സാമ്പത്തിക ഉപദേശകനായ പീറ്റർ നവോരെ പരസ്യമായി വിമർശിച്ച് ടെസ്ലയുടെ സിഇഒയും ലോകത്തിലെ സമ്പന്നനുമായ ഇലോൺ മസ്ക് രംഗത്ത് വന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ താരിഫ് നടപടികൾ മൂലം വിപണിയിലുണ്ടായ പ്രതിസന്ധി മസ്കിന്റെ സമ്പാദ്യത്തിന് വലിയ നഷ്ടം വരുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. നവോരയ്ക്ക് ഹാർവാർഡിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD ഉണ്ടെന്ന് പരാമർശിച്ച ഒരു പോസ്റ്റിനാണ് മസ്ക് വിമർശനാത്മക രീതിയിൽ മറുപടി നൽകിയത്. ഹാർവാർഡിൽ നിന്ന് ഇക്കണോമിക്സിൽ PhD ഒരു മോശം കാര്യമാണ്, നല്ല കാര്യമല്ല. ഫലങ്ങൾ എത്തുന്നത് ഈഗോ നിറഞ്ഞ തലച്ചോറിൽ നിന്നാണ്. നവോര ശരിയാണെന്ന് പറഞ്ഞ ഒരാളെ മസ്ക് വിമർശിക്കുകയും ചെയ്തു. നവോര ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നും മസ്ക് കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു മസ്കിന്റെ വിമർശനം. ട്രംപ് ഭരണകൂടം ചൈനീസ് ഇറക്കുമതികൾക്ക് 34% താരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചൈനീസ് സമാനമായി പ്രതികാര നടപടികൾ സ്വീകരിച്ചിരുന്നു. ടെസ്ല ചൈനയിൽ നിന്ന് ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഈ താരിഫുകൾ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളും സൃഷ്ടിച്ചു. മസ്കിന്റെ ഈ പരസ്യ വിമർശനം ട്രംപ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളോടുള്ള മസ്കിന്റെ അതൃപ്തിയാണ് തെളിയിക്കുന്നത്. നവോരയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ താരിഫ് നയങ്ങൾ അമേരിക്കൻ വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും മസ്ക് വിശ്വസിക്കുന്നു. ഈ സംഭവങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ള ആഭ്യന്തര വിമർശനങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നും വ്യക്തമാക്കുന്നു. മസ്കിന്റെ പരസ്യ വിമർശനം ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ നേടുകയും സാമ്പത്തിക നയങ്ങളിൽ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ നിക്ഷേപകർക്ക് മുന്നിൽ പുതിയ അവകാശവാദവുമായി കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്ത് വന്നിരുന്നു. ഇത് മുമ്പത്തേക്കാൾ സമ്പന്നരാകാൻ കഴിയുന്ന സമയമാണെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. വ്യാപകമായ താരിഫുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഓഹരി വിപണി കൂപ്പുകുത്തുന്നതിനാൽ അമേരിക്കയിലേക്ക് പണം ഒഴുകാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്നായിരുന്നു ട്രംപ് വെള്ളിയാഴ്ച നിക്ഷേപകരോട് പറഞ്ഞത്. കോവിഡ് മഹാമാരിക്ക് ശേഷം US ഓഹരി വിപണി ഒരു ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ ദിവസമായി വ്യാഴാഴ്ച മാറിയിരുന്നു. ശനിയാഴ്ച മുതൽ എല്ലാ രാജ്യങ്ങൾക്കും 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ ഉടനടി ഇടിവും സംഭവിച്ചു.